ആണ് വരുന്നത്. ആദ്യമായി പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടിയായിരുന്നു എടുത്തിരുന്നത്. ഞാൻ 2021 ജർമ്മനിയിലേക്ക് പോകാനായിട്ടുള്ള വിസ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു 2021. പക്ഷേ എനിക്ക് 2021 തൊട്ട് എൻ്റെ വർക്ക് പെർമിറ്റും കാര്യങ്ങളും എല്ലാം കിട്ടാൻ ഒത്തിരി ലാഗ് വന്നു. ലാഗ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു വർഷം തന്നെ ആയി. 2021 പൂർത്തിയാകുന്ന സമയത്താണ് എൻ്റെ വർക്ക് പെർമിറ്റ് വന്നത്. അപ്പം ഈ സമയങ്ങളിലൊക്കെ എനിക്കൊരു സിസ്റ്റർ ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ ആൻറ്റി എപ്പോഴും പറയും, നിനക്കിങ്ങനെ ഒത്തിരി ഡിലേ വരുന്നുണ്ടല്ലോ, ഒത്തിരി തടസ്സങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, കൃപാസനം അവിടെ അടുത്തല്ലേ, ഒത്തിരി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ പോയി മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്, അപ്പം നിനക്കും പോയിക്കൂടെ എന്നിങ്ങനെ ചോദിച്ചു. പക്ഷേ എനിക്ക് ആ സമയം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, പള്ളിയിൽ പോവാറുണ്ട്, പക്ഷേ കൃപാസനം അതിനോട് എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ സിസ്റ്റർ ആൻറ്റിയോട് പറഞ്ഞു, സിസ്റ്റർ ആൻറ്റി ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ വേണമെങ്കിൽ കൃപാസനത്തിൽ പോകാം, പക്ഷേ ഉടമ്പടി ഞാൻ എടുക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം സിസ്റ്റർ ആൻറ്റി പിന്നെ എന്നെ നിർബന്ധിച്ചില്ല. അതിനുശേഷം ഞാൻ ഉടമ്പടിയെ പറ്റി ഞാൻ പിന്നെ അങ്ങനെ ഓർത്തിട്ടില്ല. എൻ്റെ വീട്ടിലും പറഞ്ഞു ഉടമ്പടി എടുക്കുക, പ്രാർത്ഥിക്കുക, പക്ഷെ ഞാനതൊന്നും കേട്ടില്ല. അങ്ങനെ ഞാൻ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് പെർമിറ്റ് കിട്ടി, പക്ഷെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലോട്ടാണ് കിട്ടിയത്. ഞാനും എൻ്റെ ഒരു കസിൻ സിസ്റ്ററും കൂടെ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും വിസ പ്രോസസ്സിങ് നടന്നു. വർക്ക് പെർമിറ്റ് ആയിട്ടും ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ കിട്ടുന്നില്ല. അപ്പോൾ അതിനും അവിടെയും തടസ്സങ്ങൾ ഒത്തിരി വന്നു. ലാസ്റ്റ് ഞങ്ങൾ ഓൾഡ് ഏജ് ഹോം മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ ഞങ്ങൾ ജോബിന് പോകാനായിട്ട് ജോബിന് പോകാം, ഓൾഡ് ഏജ് ഹോം ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂ ഇല്ലാതെ നമുക്ക് കയറി പോകാമെന്നുള്ള രീതിയിൽ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോം കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് എൻ്റെ വിസ വരാൻ ഒത്തിരി സമയമെടുത്തു. അതായത് എല്ലാവരും പറയുന്നത് എൻ്റെ വിസ 5 മാസം എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അത്രയും ഡിലേ ഇതുവരെ ആർക്കും വന്നിട്ടില്ല എന്നാണ് പറയുന്നത് എല്ലാവരും. അപ്പം 5 മാസം എടുത്തിട്ടാണ് എൻ്റെ വിസ വന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, പോകുന്നില്ലേ, നമുക്കറിയാമല്ലോ, എന്തെങ്കിലും എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, എത്ര നാളായി ഇങ്ങനെ നിൽക്കുന്നു. അപ്പം എനിക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോഴും സിസ്റ്റർ ആൻറ്റി ഇങ്ങനെ പറയും, വീട്ടിലും പറയും, പോയി ഉടമ്പടി എടുക്കുക, ഇങ്ങനെ തടസ്സമാകുന്നതല്ലേ എന്നാലും ഞാൻ കേട്ടില്ല. ഞാനപ്പോൾ പറഞ്ഞു ഉടമ്പടി എടുക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം, സമയമാകുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ള രീതിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 5 മാസം കഴിഞ്ഞിട്ട് വിസ വന്നു കഴിഞ്ഞ് ഞാൻ 2023 ജാനുവരിയിലാണ് ജർമ്മനിയിൽ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് എല്ലാം സ്മൂത്തായിട്ട് നടക്കും എന്നാണ് ഞാനും കരുതിയത്. ജോലിയൊക്കെ ശരിയായല്ലോ, അപ്പം ഇവിടുന്ന് ജോലി കിട്ടിയിട്ടാണ് അങ്ങ് പോയത്. അപ്പോൾ പിന്നെ എനിക്ക് ഹാഫ് അക്സെപ്റ്റൻസ് ആ കിട്ടിയത്. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്നിട്ടൊരു എക്സാം എഴുതണം. അത് ഇച്ചിരി ടഫായിട്ടുള്ള എക്സാമാണ്. കെൻഡിനിസെ പ്രൂഫിംഗ് എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഏജൻറ്റ് പറയുന്നത്, എന്നെ സെലക്ട് ചെയ്തിരുന്ന ആ ഓൾഡ് ഏജ് ഹോമിലെ എംപ്ലോയിക്ക് ഇപ്പോൾ സ്റ്റാഫിനെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കസിൻ അവൾക്ക് നേരത്തെ വിസ വന്നു, അവൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കസിൻ്റെ കൂടെയായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഏജൻസി എന്നെ വേറൊരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിരുന്നെങ്കിലും എനിക്ക് അവിടെ താമസിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവിടുന്ന് ഇറക്കി വിടുകയൊക്കെ ഉണ്ടായി, വേറെ ആൾക്കാർക്ക് വീട് കൊടുക്കാനായിട്ടൊക്കെ. അപ്പോൾ ഞാൻ ജർമ്മനിയിൽ ചെന്നിട്ട് ഒത്തിരി വിഷമിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ കസിൻ്റെ കൂടെയാണ് നിന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് ജോബിനൊക്കെ അപ്ലൈ ചെയ്തു. പക്ഷെ ചെയ്തപ്പോഴെല്ലാം എനിക്ക് റിജക്ഷനാണ് വരുന്നത്. ഒത്തിരി പേപ്പേഴ്സ് അവർ ചോദിക്കുന്നു, അതെല്ലാം കൊടുക്കുന്നു, പക്ഷെ എന്നിട്ടും ഭയങ്കരമായിട്ട് റിജക്ഷൻ വരുക. അപ്പം എല്ലാവർക്കും വിഷമമായി, വീട്ടുകാരെ എന്ത് ചെയ്യണം എന്നറിയാതെ. എൻ്റെ വിസയാണെങ്കിൽ എനിക്ക് മെയ് 21 വരെ വിസയുള്ളൂ. മാർച്ച് ആയിട്ട് പോലും എനിക്കൊരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എല്ലാവരും തന്നെ പറഞ്ഞു, പിന്നെ എനിക്കും തോന്നി മാതാവിൻ്റെ ഉടമ്പടി എടുക്കണം. ഞാൻ അത്രയും മാതാവിൻ്റെ ഉടമ്പടിയോട് അത്രയും അകൽച്ച കാണിച്ചത് കൊണ്ട് ആയിരിക്കാം എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ മാർച്ച് 12-ാം തീയതി ഓൺലൈനിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അതിന് മുന്നേ തന്നെ എനിക്ക് റിജക്റ്റഡ് എന്നും പറഞ്ഞിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് വന്നു.
അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലെ എല്ലാ നിബന്ധനകളും ഞാൻ പാലിച്ചു. അത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലിക്ക് പ്രവേശിക്കാൻ പറ്റി. മെയ് 12-ാം തീയതി ഞാൻ പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചു. എനിക്ക് ജോലി കിട്ടി. അതിനൊപ്പം തന്നെ മെയ് 21-ന് എൻ്റെ വിസ തീരുമായിരുന്നു. പക്ഷെ അതിനൊപ്പം തന്നെ എനിക്ക് വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി. പുതിയ ഡേറ്റ്, വിസ, 1 വർഷത്തേക്കുള്ള വിസ എനിക്ക് ലഭിക്കുകയും ചെയ്തു. അത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ചു. എൻ്റെ കൂടെയുള്ള ഒത്തിരി പേർക്ക് ഇങ്ങനെ എക്സാം ഉണ്ടായിരുന്നവർക്കൊക്കെ 3 മാസം ഒക്കെയുള്ള വിസയാണ് കിട്ടിയത്. അപ്പോൾ എക്സാം നമുക്ക് 2 ചാൻസേ ഉള്ളൂ. അപ്പോൾ ഒരു ചാൻസ് കഴിഞ്ഞ് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ നെക്സ്റ്റ് ചാൻസിൽ എഴുതിയെടുത്തില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോരണം. നമുക്ക് പാസ്സായില്ലെങ്കിൽ തിരിച്ചു പോരണം. അപ്പോൾ വിസ നമ്മൾ 2ാമതും അപ്ലൈ ചെയ്യണം. പക്ഷേ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എനിക്ക് 1 വർഷത്തെ വിസ എനിക്ക് അവിടെ ലഭിക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ എക്സാം എഴുതിയപ്പോഴും ഞാൻ 2ാമത് ഓൺലൈൻ ഉടമ്പടി എടുത്തു. എക്സാമിൻ്റെ ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടിയിലായിരുന്നു. ആ എക്സാം ഭയങ്കര ടഫാണ്. ലാംഗ്വേജിൻ്റെയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് B2 പാസ്സായിട്ടാണ് ഇവിടുന്ന് പോയതെങ്കിലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി ലാംഗ്വേജിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഞാൻ മാതാവിൻ്റെ കയ്യിൽ സമർപ്പിച്ചിട്ടാണ് എക്സാം എഴുതിയത്. ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് എക്സാം കിട്ടുകയും എനിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 1 ആഴ്ചക്കുള്ളിൽ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുവാണ്.